തമ്മിൽ ലോക സാമ്രാജ്യത്തിന്റെ അധിപനെന്ന് സ്വയം അവകാശപ്പെടുന്ന അമേരിക്കയും മധ്യപൂർവേഷ്യയിലെ ചോരക്കൊതിയന്മാരായ ഇസ്രായേലും തമ്മിലുള്ള സ്വാർത്ഥ ബന്ധത്തിന്റെ വ്യാജ മുഖംമൂടിയാണ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ വീണ്ടും അഴിഞ്ഞു വീഴുന്നത്. സഖ്യകക്ഷികളെന്നും അഭേദ്യമായ മിത്രങ്ങളെന്നും ലോകത്തിന് മുന്നിൽ വീമ്പു പറയുമ്പോഴും സ്വന്തം ലാഭത്തിനും സാമ്പത്തിക ആധിപത്യത്തിനും വേണ്ടി ആരെയും ചതിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മടിക്കില്ല എന്ന് വ്യക്തമാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവസാനത്തെ ഇര ഇസ്രായേലാണെന്ന് മാത്രം. F-35 യുദ്ധവിമാനങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപ് നൽകിയ പരസ്യമായ തിരിച്ചടി അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂകമ്പം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മറ്റൊരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കോ മുന്നറിയിപ്പുകൾക്കോ താൻ അല്പം പോലും വില കൽപ്പിക്കില്ല എന്ന ട്രംപിന്റെ അഹങ്കാരം നിറഞ്ഞ വാക്കുകൾ എയർഫോഴ്സ് വണ്ണിൽ മുഴങ്ങിക്കേട്ടപ്പോൾ തകർന്നടിഞ്ഞു പോയത് ഇസ്രായേലിന്റെ വർഷങ്ങൾ പഴക്കമുള്ള വ്യാജ സുരക്ഷാ സങ്കല്പങ്ങൾ തന്നെയാണ്. ഇസ്രായേൽ കരുതി അമേരിക്കയെ എങ്ങനെയെങ്കിലും വീഴ്ത്താമെന്ന്. പക്ഷെ അമേരിക്ക വീണില്ല. നമ്മൾ എന്ത് വിൽക്കണമെന്ന് എന്നോട് പറയാൻ ആർക്കും ഇവിടെ അവകാശമില്ല എന്ന ഒരൊറ്റ പ്രസ്താവനയിലൂടെ ഇസ്രായേൽ എത്രയൊക്കെ അമേരിക്കയുടെ തോളിൽ കൈയിട്ട് നടന്നാലും അന്തിമമായ ആയുധ കച്ചവടത്തിലെ കോടികളുടെ ലാഭം മാത്രമാണ് അമേരിക്കയ്ക്ക് വലുത് എന്ന് ട്രംപ് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ അമേരിക്ക ഇസ്രായേലിനെ പൂർണ്ണമായും കൈവിട്ടു എന്ന് തെളിയിക്കുന്ന നടുക്കുന്ന കാഴ്ച തന്നെയാണ് ലോകം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ വലിയ ആക്രമണം നടത്തി പശ്ചിമേഷ്യ ഒന്നാകെ വൻ യുദ്ധത്തിലേക്ക് തള്ളിയിട്ടതിന് പിന്നാലെ ജൂലൈ 28-ന് വൈറ്റ് ഹൗസിൽ നടക്കാനിരിക്കുന്ന ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപാണ് ഈ നാടകീയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. സ്വന്തം സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ അതീവ ഗുരുതരമായ സുരക്ഷാ ആശങ്കകളെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് തുർക്കിയെ പരസ്യമായി പുകഴ്ത്താൻ ട്രംപ് തയ്യാറായത് മധ്യപൂർവേഷ്യയിലെ ആയുധ വിപണിയിൽ അമേരിക്ക നടത്തുന്ന ക്രൂരവും വഞ്ചനാപരവുമായ ഇരട്ടത്താപ്പിന്റെ തെളിവ് തന്നെയാണ്. നേരത്തെ ലോക സമാധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഫെബ്രുവരി 28-ന് ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ക്രൂരമായ ആക്രമണം മേഖലയെ മുഴുവൻ ചാരമാക്കുന്ന അശാന്തിയിലേക്ക് തള്ളിവിട്ടിരുന്നു എന്ന കാര്യം നമുക്കറിയാമല്ലോ. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ഉൾപ്പെടെയുള്ള പ്രമുഖരെ വധിച്ചുകൊണ്ട് ഇവർ തുടക്കമിട്ട നരനായാട്ട് ഒടുവിൽ സ്വന്തം സാമ്പത്തിക സൈനിക താല്പര്യങ്ങൾ അപകടത്തിലായപ്പോൾ ഇരുവരുടെയും ബന്ധത്തിൽ തന്നെ വലിയ വിള്ളൽ ഉണ്ടാക്കുന്ന തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. യുദ്ധം വിതച്ചവർ തന്നെ ഇപ്പോൾ ആ യുദ്ധത്തിന്റെ ഭാരം താങ്ങാനാവാതെ പരസ്പരം പോരടിക്കുന്ന മനോഹരമായ കാഴ്ച തന്നെയാണ് നമ്മളിപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്നും തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. CNN നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു തന്റെ കടുത്ത ഭയവും എതിർപ്പും പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്ക തുർക്കിക്ക് 5ാം തലമുറയിൽപ്പെട്ട അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങൾ നൽകുന്നത് മധ്യപൂർവേഷ്യയിലെ ആയുധ സന്തുലിതാവസ്ഥയെ പൂർണ്ണമായും തകർത്ത് കളയുമെന്നും അത് തുർക്കിയെ ഒരിക്കലും അമേരിക്കയുടെ യഥാർത്ഥ മിത്രമാക്കില്ല എന്നും നെതന്യാഹു തുറന്നടിച്ചു. മേഖലയിലെ ഏക അധിനിവേശ ശക്തിയായി തുടരാനും അയൽ രാജ്യങ്ങളെ മുഴുവനും ഭയത്തിന്റെ നിഴലിൽ നിർത്താനുമുള്ള ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് കിട്ടിയ കനത്ത പ്രഹരമായി നെതന്യാഹുവിന്റെ ഈ നിസ്സഹായമായ പ്രസ്താവന മാറിക്കഴിഞ്ഞു. എന്നാൽ സാമ്രാജ്യത്വ കൊതിമൂത്ത അമേരിക്കയ്ക്ക് കച്ചവടവും പണവും മാത്രമാണ് എപ്പോഴും പ്രധാനപ്പെട്ടത്. തന്റെ ആദ്യ ഭരണകാലത്ത് തുർക്കിക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും പിൻവലിച്ച് കച്ചവടം പുനരാരംഭിക്കാൻ ട്രംപ് തുനിഞ്ഞിറങ്ങിയപ്പോൾ ഇസ്രായേൽ ദിവസങ്ങളായി ഉയർത്തുന്ന ആവലാതികൾക്ക് ഒരു വിലയും അമേരിക്ക നൽകുന്നില്ല എന്ന് വ്യക്തമായിരിക്കുന്നു. ഇത്രയും കാലം സർവ്വ പിന്തുണയും നൽകി സംരക്ഷിച്ച യജമാനൻ തന്നെ ഒടുവിൽ കോടികളുടെ ആയുധ കച്ചവടത്തിന് വേണ്ടി ഇസ്രായേലിനെ തെരുവിൽ കൈവിടുന്ന കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇറാനിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വിതച്ച വിനാശകരമായ യുദ്ധം ഇപ്പോൾ അവരുടെ സ്വന്തം അതിർത്തികളെയും വാണിജ്യ പാതകളെയും തന്നെയാണ് കടപുഴക്കിയിരിക്കുന്നത്. കനത്ത തിരിച്ചടിയായി ഇറാൻ മേഖലയിലെ അമേരിക്കൻ ഇസ്രായേൽ സൈനിക താവളങ്ങളെ ലക്ഷ്യമിടുകയും ലോക വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിലെ നിയന്ത്രണം കർശനമാക്കുകയും ചെയ്തതോടെ അമേരിക്ക കടുത്ത പ്രതിരോധത്തിലായിട്ടുണ്ട്. സാമ്പത്തിക തകർച്ച മുന്നിൽ കണ്ട ട്രംപ് ഇപ്പോൾ മറ്റു തന്ത്രങ്ങളിലൂടെ മേഖലയിൽ പുതിയ അസ്വസ്ഥതകൾ സൃഷ്ടിച്ച് സ്വന്തം ലാഭം കൊയ്യാൻ തന്നെയാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം തുടങ്ങിയ ശേഷം ഇതാദ്യമായിട്ടാണ് ട്രംപും നെതന്യാഹുവും നേരിട്ട് കണ്ടുമുട്ടുന്നത്. ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഇരുവരും തമ്മിലുള്ള 8ാമത്തെ കൂടിക്കാഴ്ചയാണിത്. എന്നാൽ മുൻപത്തെ കൂടിക്കാഴ്ചകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സമാധാന ചർച്ചകളേക്കാൾ ഉപരിയായി സ്വന്തം സൈനിക പിഴവുകൾ മറച്ചുവെക്കാനും പുതിയ സഖ്യങ്ങൾ ഉണ്ടാക്കാനുമുള്ള കുതന്ത്രങ്ങളാണ് ചൊവ്വാഴ്ചത്തെ യോഗത്തിൽ ഇരുവരും പണിയുന്നത്. പക്ഷേ ട്രംപിന്റെ മുൻനിരയിൽ നെതന്യാഹു ഒരു യാചകന്റെ അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തിലെ ഏറ്റവും നൂതനവും വിനാശകരവുമായ 5ാം തലമുറ യുദ്ധവിമാനങ്ങളിലൊന്നായ F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ തുർക്കിക്ക് വിൽക്കാനുള്ള സാധ്യതയെ ചൊല്ലി അമേരിക്കയും ഇസ്രായേലും തമ്മിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നു.
ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ശക്തമായ എതിർപ്പിനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞത് ഒരു സാധാരണ നയതന്ത്ര പ്രതികരണമായിട്ടല്ല കാണാൻ കഴിയുന്നത്. അമേരിക്കയുടെ പ്രതിരോധ നയത്തിലും നാറ്റോ സഖ്യത്തിന്റെ ഭാവിയിലും മിഡിൽ ഈസ്റ്റിലെ അധികാര സന്തുലിതാവസ്ഥയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രഖ്യാപനമായിട്ടാണ് ഇതിനെ അന്താരാഷ്ട്ര നിരീക്ഷകർ പോലും വിലയിരുത്തിയിരിക്കുന്നത്. ട്രംപിന്റെ ഈ നിലപാട് വാഷിംഗ്ടൺ തന്റെ പ്രതിരോധ വ്യാപാര തീരുമാനങ്ങൾ സഖ്യരാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വതന്ത്രമായി എടുക്കുമെന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ് നൽകുന്നത്. എയർഫോഴ്സ് വണ്ണിൽ വെച്ച് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയാണ് ട്രംപ് തന്റെ ക്രൂരവും വ്യക്തവുമായ നിലപാട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഞങ്ങൾ ആരെന്ത് വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, എന്ത് വിൽക്കണമെന്ന് ആരും എന്നോട് പറയേണ്ടതാ എന്ന അദ്ദേഹത്തിന്റെ അഹങ്കാരം നിറഞ്ഞ പരാമർശം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇതിലൂടെ നെതന്യാഹുവിന്റെ സുരക്ഷാ ആശങ്കകളെ അമേരിക്ക പൂർണ്ണമായും തള്ളിക്കളഞ്ഞുവെന്ന് മാത്രമല്ല, അമേരിക്കയുടെ പ്രതിരോധ കയറ്റുമതി നയം മറ്റൊരു രാജ്യത്തിന്റെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങില്ലെന്ന് നെതന്യാഹുവിന്റെ മുഖത്ത് നോക്കി ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. അതോടൊപ്പം തന്നെ തുർക്കിയെ കുറിച്ച് ട്രംപ് നടത്തിയ പരാമർശങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു. അങ്കാറയെ ഒരു വലിയ സഖ്യകക്ഷി എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം പ്രത്യേകിച്ച് സിറിയ ഉൾപ്പെടെയുള്ള സംഘർഷഭരിതമായ മേഖലയിൽ തുർക്കി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും ചൂണ്ടിക്കാണിച്ചു. നാറ്റോയിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയായ തുർക്കിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യവും കറുത്ത കടൽ, മധ്യപൂർവ്വ ദേശം, കൊക്കാസസ് മേഖല എന്നിവിടങ്ങളിലെ തന്ത്രപരമായ സ്വാധീനവും അമേരിക്കയ്ക്ക് ഏറെ വിലപ്പെട്ടതാണെന്ന് ട്രംപിന്റെ വാക്കുകൾ വ്യക്തമാക്കി. തുർക്കിയെ കൂടെ നിർത്തി മേഖലയിൽ സ്വന്തം സാമ്രാജ്യം ഉറപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുമ്പോൾ ഇസ്രായേലാണ് ഒറ്റയ്ക്കായി പോകുന്നത്. അതേസമയം ഇസ്രായേലിന്റെ ആശങ്കകൾ തികച്ചും വ്യത്യസ്തമായ സുരക്ഷാ കാഴ്ചപ്പാടിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ സൈനിക മേൽക്കോയ്മ അഥവാ ക്വാളിറ്റേറ്റീവ് മിലിറ്ററി എഡ്ജ് നിലനിർത്തുക എന്നത് പതിറ്റാണ്ടുകളായി അമേരിക്കൻ വിദേശ നയത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നായിരുന്നു. ആ ഘടകം തന്നെയാണ് പശ്ചിമേഷ്യയെ ഇത്രത്തോളം അപകടകരമാക്കിയത്. ഇസ്രായേലിന് ഭീഷണിയാകുന്ന ഒരു രാജ്യത്തിനും അത്യാധുനിക ആയുധങ്ങൾ നൽകില്ല എന്ന അമേരിക്കയുടെ വാഗ്ദാനമാണ് ഇപ്പോൾ കാറ്റിൽ പറത്തപ്പെട്ടിരിക്കുന്നത്. F-35 പോലുള്ള അത്യാധുനിക സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ തുർക്കിക്ക് ലഭിച്ചാൽ പ്രാദേശിക ശക്തി സമവാക്യത്തിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നും തങ്ങളുടെ വ്യോമാധിപത്യം പൂർണ്ണമായും തകരുമെന്നും നെതന്യാഹു വല്ലാതെ ഭയപ്പെട്ടു തുടങ്ങി. CNN നൽകുന്ന അഭിമുഖത്തിൽ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത് തുർക്കിക്ക് F-35 യുദ്ധവിമാനങ്ങൾ കൈമാറുന്ന തീരുമാനം മിഡിൽ ഈസ്റ്റിലെ നിലവിലെ ശക്തി സന്തുലനാവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചേക്കും എന്നാണ്. തുർക്കിയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക ശേഷി ഭാവിയിൽ കൂടുതൽ ആക്രമണാത്മക വിദേശ സുരക്ഷാ നയങ്ങൾക്ക് പ്രോത്സാഹനമാകുമെന്നും അദ്ദേഹം കൃത്യമായിട്ട് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യൻ രാഷ്ട്രത്തെ എന്നും നിയന്ത്രിച്ചിരുന്നത് ആയുധബലവും അമേരിക്കയുടെ അന്ധമായ പിന്തുണയുമായിരുന്നു. എന്ത് ക്രൂരത ചെയ്താലും എത്ര നിരപരാധികളെ കൊന്നൊടുക്കിയാലും അമേരിക്ക തങ്ങളുടെ രക്ഷയ്ക്കെത്തുമെന്ന അഹങ്കാരത്തിലായിരുന്നു ഇസ്രായേൽ. ഇതുവരെ ആ വിശ്വാസത്തിന് മാറ്റവും ഉണ്ടായില്ല. ഗസയിലും ലെബനിലും ഇപ്പോൾ ഇറാനിലും ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതികൾക്ക് പിന്നിൽ അമേരിക്ക നൽകിയ ആത്മവിശ്വാസം തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ ആയുധ കച്ചവടത്തിലെ കണക്കുകൾ മാറുമ്പോൾ, സ്വന്തം സാമ്പത്തിക നേട്ടങ്ങൾ മുന്നിൽ വരുമ്പോൾ അമേരിക്കയ്ക്ക് ഇസ്രായേൽ എന്നത് വെറും ഒരു കരുവ മാത്രമാണെന്ന് ട്രംപ് തെളിയിച്ചിരിക്കുന്നു. ഇറാനെതിരെയുള്ള യുദ്ധം നീണ്ടുപോയതോടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ ആഘാതം ചെറുതല്ലല്ലോ. എണ്ണവില കുതിച്ചുയരുകയും അന്താരാഷ്ട്ര വ്യാപാര പാതകൾ സ്തംഭിക്കുകയും ചെയ്തതോടെ ട്രംപിന് മേൽ സ്വന്തം നാട്ടിൽ നിന്നുള്ള സമ്മർദ്ദവും ഏറി. യുദ്ധത്തിന് കോടികൾ ഒഴുക്കുന്നതിന് പകരം ആയുധങ്ങൾ വിറ്റ് പണം ഉണ്ടാക്കുക എന്ന പരമ്പരാഗത അമേരിക്കൻ തന്ത്രത്തിലേക്ക് ട്രംപ് തിരിച്ചു വരികയായിരുന്നു. തുർക്കി പോലെ സാമ്പത്തികമായും സൈനികമായും ശക്തമായ ഒരു രാജ്യത്തിന് F-35 വിമാനങ്ങൾ വിൽക്കുമ്പോൾ അമേരിക്കൻ ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്നത് ശതകോടി ഡോളറുകളാണ്. ആ പണത്തിന് മുന്നിൽ നെതന്യാഹുവിന്റെ കണ്ണീരിനും പരാതികൾക്കും ട്രംപിന്റെ കോടതിയിൽ ഒരു വിലയുമില്ലാതെ പോയി എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ സംഭവം മിഡിൽ ഈസ്റ്റിലെ മൊത്തം രാഷ്ട്രീയ ചിത്രത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണ്. ഇതുവരെ അമേരിക്കയുടെ ഏകപക്ഷീയമായ പിന്തുണയിൽ അഹങ്കരിച്ചിരുന്ന ഇസ്രായേൽ ഇനി മുതൽ സ്വന്തം സുരക്ഷയുടെ കാര്യത്തിൽ തനിച്ചാകാൻ പോകുന്നു. തുർക്കി F-35 വിമാനങ്ങൾ സ്വന്തമാക്കുന്നതോടെ മേഖലയിലെ വ്യോമസേനാ കരുത്തിൽ ഇസ്രായേലിനുണ്ടായിരുന്ന ഏകപക്ഷീയമായ മേൽക്കോയ്മ അവസാനിക്കും. ഇത് ഇസ്രായേലിന്റെ അയൽ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്കും പുതിയൊരു പ്രതീക്ഷ നൽകുമ്പോൾ ഇസ്രായേൽ ഭരണകൂടത്തെ കടുത്ത ഭീതിയിലേക്കാണ് ഇത് തള്ളിവിടുന്നത്. അമേരിക്ക ഇല്ലാത്ത ഒരു നിലനിൽപ്പ് ഇസ്രായേലിന് ചിന്തിക്കാൻ പോലും ആകില്ല. സ്വന്തം സ്വാർത്ഥതയ്ക്കായി ലോകത്തെ മുഴുവൻ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കാത്ത രണ്ട് ഭരണാധികാരികൾ തമ്മിലുള്ള സ്വാർത്ഥ ബന്ധത്തിന്റെ സ്വാഭാവികമായ അന്ത്യമാണ് നമ്മൾ ഇവിടെ കണ്ടത്. ചരിത്രം എപ്പോഴും തെളിയിച്ചിട്ടുള്ളത് ഒരു വലിയ സത്യമുണ്ടല്ലോ അല്ലെ? അമേരിക്കൻ സാമ്രാജ്യത്വം ആരുടെയും ശാശ്വതമായ മിത്രമല്ല. തങ്ങളുടെ ആവശ്യങ്ങൾ കഴിയുമ്പോൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന കേവലം ഉപകരണങ്ങൾ മാത്രമാണ് അവർക്ക് മറ്റെല്ലാ രാജ്യങ്ങളും. നെതന്യാഹുവും ഇസ്രായേലും ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ കടുപ്പമേറിയ ചരിത്രം തന്നെയാണ്.
അമേരിക്കയുടെ തോളിൽ ചാരി ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച ഇസ്രായേലിന് ഒടുവിൽ സ്വന്തം യജമാനിൽ നിന്ന് തന്നെ കനത്ത വഞ്ചനയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ഈ ആയുധ കച്ചവട നാടകം ഇനിയും എങ്ങോട്ടാണ് വളരുക എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. വൈറ്റ് ഹൌസിൽ അടച്ചിട്ട മുറിയിൽ ട്രംപും നെതന്യാഹുവും കണ്ടുമുട്ടുമ്പോൾ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ് നെതന്യാഹു. എന്നാൽ ആയുധ വിപണിയിൽ ഡോളറിന്റെ തിളക്കം മാത്രം കാണുന്ന ട്രംപ് ഇസ്രായേലിന്റെ യാചനകൾക്ക് ചെവി കൊടുക്കുമോ, അതോ തുർക്കിയുമായുള്ള കോടികളുടെ കച്ചവടവുമായി തന്നെ മുന്നോട്ട് പോകുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എനിക്ക് തോന്നുന്നത് ട്രംപ് നെതന്യാഹുവിന് വില കൊടുക്കില്ല എന്നാണ്. കാരണം ഡോളർ ആണല്ലോ വലുത്. എന്തായാലും ഒന്നുറപ്പാണ്, മധ്യപൂർവേഷ്യയിലെ പഴയ ശക്തി സമവാക്യങ്ങൾ മാറി മറിയുകയാണ്. അമേരിക്ക ഇസ്രായേലിനെ കൈവിട്ടുകൊണ്ട് ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് വിലയിരുത്താം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇനി ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ട്രംപ് തുർക്കിയെ തള്ളിക്കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.